സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയെ അനുനയിപ്പിക്കാൻ നേതാക്കൾ തീവ്രമായി ശ്രമിക്കുകയാണ്. എൽദോസുമായി ആശയവിനിമയം നടത്തിയ ചെന്നിത്തല സ്വതന്ത്രനായി മത്സരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. സാമൂഹ്യ സമവാക്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥി നിർണയമെന്നും എൽദോസിനെതിരെ ഒരു ആക്ഷേപവുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. പ്രതികരണങ്ങൾ കാണാം. അതെല്ലാം ഓരോ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. വേറെ അദ്ദേഹത്തിനെതിരായ ആക്ഷേപമൊന്നുമല്ല. കൂടുതൽ ജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ആലോചിച്ചത്. ജയസാധ്യത കൂടി പരിഗണിച്ചു. അദ്ദേഹം നിന്നാൽ തോറ്റുപോകുന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു മാറ്റം, വേറെ പല സാമൂഹ്യ ഘടകങ്ങൾ കൂടി ചെറിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചപ്പോഴേ ഉള്ളൂ. ഞാൻ അങ്ങനെ മത്സരിക്കും. ഇങ്ങനെ അതൊക്കെ വൈകാരികമായ പ്രതികരണവും. ഞങ്ങളൊരു ഫോണിൽ വിളിച്ചോ നേരിട്ട് സംസാരിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ല. അതേസമയം ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിലെ അതൃപ്തി പരസ്യമാക്കി ജോസഫ് വാഴക്കൻ രംഗത്തെത്തി. നേതൃത്വം വാക്കുപാലിച്ചില്ല എന്നും വാഴക്കൻ വിമർശിച്ചു. പാർട്ടി എൻ്റെ അമ്മയെ പോലെ എനിക്ക് പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഒറ്റപ്പേരേ ഉള്ളൂ എന്നാണ് എന്നെ അറിയിച്ചിരുന്നത്. ഒറ്റപ്പേരുള്ളപ്പം സാധാരണഗതിയിൽ പിന്നെ ഒരു റാറ്റിഫിക്കേഷൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയി. പെട്ടെന്ന് പിന്നെ അപ്രതീക്ഷിതമായിരുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായിട്ട് പറയുമല്ലോ. പക്ഷേ പാർട്ടിക്കൊരു വിഷമം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ നിൽക്കത്തില്ല. എൻ്റെ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത് വളരെ കുറച്ച് സമയമുണ്ട്. സീറ്റ് കിട്ടാത്തതിൽ പരിഭവമുണ്ടെങ്കിലും വിയോജിപ്പ് പരസ്യമാക്കാതെ പാർട്ടിക്കൊപ്പം നീങ്ങുകയാണ് ദീപ്തി മേരി വർഗീസ്. സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന്റെ പോസ്റ്റർ ദീപ്തി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ജോസഫ് വാഴക്കൻ, ദീപ്തി മേരി വർഗീസ് ഇവർക്കെതിരെയൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വലിയ കഷ്ടമാണ് എന്ന രൂപത്തിലുള്ള ഒരു വികാരം കോൺഗ്രസ് പലയിടത്തുമുണ്ട്. ഇപ്പോൾ രണ്ട് മുതിർന്ന നേതാക്കളാണ്. പലതവണ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടും അത് പാർട്ടി നടപ്പാക്കാത്ത സാഹചര്യമുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ നീങ്ങില്ല എന്ന് രണ്ടുപേരും പറയുന്നു. അവരെത്രത്തോളം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു അർജുൻ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും മൂന്ന് നേതാക്കൾ, അതായത് എൽദോസ് കുന്നപ്പള്ളി, ജോസഫ് വാഴക്കൻ, ദീപ്തി മേരി വർഗീസ്, ഈ മൂന്ന് പേരും വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക്, കടുത്ത നിലപാടിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഈ ജോസഫ് വാഴക്കനോട് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഏറ്റുമാനൂരിൽ എത്തുകയും അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രചരണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ദീപ്തി മേരി വർഗീസും സമാനമായ രീതിയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. എൽദോസ് കുന്നപ്പള്ളി ഇത്തവണയും സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവസാന നിമിഷം വരെ. പക്ഷേ ഇന്നലെ പട്ടിക വന്നപ്പോഴാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും മറ്റും ഉണ്ടായത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി അവിടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും തന്നെ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇന്ന് പുറത്തു വരുന്നത്. മാത്രവുമല്ല, എൽദോസ് കുന്നപ്പള്ളി ഇന്ന് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താനാണ് സാധ്യത. ഒരുപക്ഷേ രമേശ് ചെന്നിത്തലയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അതിനുശേഷം പാർട്ടിയിൽ കൃത്യമായ ഒരു സ്ഥാനമടക്കം വാഗ്ദാനം ലഭിക്കുകയോ അത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് കടക്കുകയോ ചെയ്യാനാണ് സാധ്യത. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പേരും മുന്നോട്ട് പോകും. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി മുന്നോട്ട് പോകും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.